എൻ്റെ പ്രീ ഡിഗ്രി റിസൾട്ട് കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ പണ്ടൊരിക്കൽ സിസ്റ്റർ ആവണമെന്നൊക്കെ പറഞ്ഞത് ഒക്കെ മറന്നുപോയി കാണുമല്ലേ എന്ന് വെറുതെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ലമ്മേ, ഓരോ ദിവസവും ഞാൻ ആ വവ് അല്ലെങ്കിൽ ആ പ്രോമിസ് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇനി എനിക്ക് സീരിയസ് ആയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കണം. അപ്പം അമ്മ, നീ ഇത് മറന്നില്ലേ? അമ്മയൊന്നും പിന്നെ അത് അറിഞ്ഞിട്ടേ ഇല്ല ഞാനിങ്ങനെ മനസ്സിലൊരുങ്ങുന്നത്. അത് കഴിഞ്ഞ് സിസ്റ്റർ അനൻസിയാറ്റയെ കാണാൻ പോയി. ഇവള് ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ ചെയ്യുക? അപ്പോൾ സിസ്റ്റർ അനൻസിയാറ്റ സെൻറ്റ് മേരീസിലെ പ്രിൻസിപ്പൽ പറയാണ്, ഈ കാലഘട്ടത്തിലും ദൈവവിളിയൊക്കെ ഉണ്ടോ? കാരണം അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ഫസ്റ്റ് ആവുന്ന നന്നായി പഠിക്കുന്ന അന്ന് ഇങ്ങനെ എല്ലാ ഇതൊക്കെ ഉള്ള ഒരു സിസ്റ്റർ ആവണമെന്ന് പറയും ഓൾ ഓൺ എ സഡൻ. അത് ആൾക്കും ഒരു ഞെട്ടലായിരുന്നു. ഈ കാലഘട്ടത്തിലും ദൈവവിളിയൊക്കെ ഉണ്ടോ എന്നൊക്കെ സിസ്റ്റർ ചോദിച്ചു. അത് കഴിഞ്ഞ് എന്നോട് എസ്പയറിൻ്റെ ബോർഡിങ് സ്കൂളിലേക്ക് പോകാൻ പറഞ്ഞ് സെയിൻറ്റ് ആൻസിൽ ഒരു ടീച്ചറായിട്ട് ഞാൻ പോയത്, നഴ്സറി ടീച്ചറായിട്ട്. അപ്പോൾ അമ്മ ഈ വിവരം വീട്ടിൽ അറിയിച്ചപ്പോൾ എൻ്റെ ചെറിയാങ്ങള കുറേ ദേഷ്യപ്പെട്ടു. ഇവളെന്തിനാ കന്യാസ്ത്രീ ആവണം? കന്യാസ്ത്രീകൾ കുറേ ദേഷ്യപ്പെടുന്നതൊക്കെ കണ്ടിട്ടുണ്ടാകും മിഷൻ ഹോസ്പിറ്റലിലൊക്കെ ചെന്നാൽ. അങ്ങനെ ഒരു ഇവളാവുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, എല്ലാവരും അങ്ങനെ ആവണമെന്നുണ്ടോ? ഞാനും ചോദിച്ചു. ഞാനങ്ങനെ ആവണമെന്നില്ലല്ലോ ചെറിയാങ്ങളെ എന്ന് പറഞ്ഞു. പിന്നെ അപ്പൻ്റെ കണ്ണിലുണ്ണിയാണല്ലോ, അപ്പനോട് എങ്ങനെ അവതരിപ്പിക്കും എന്നൊരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പനോട് പറഞ്ഞപ്പോൾ അപ്പൻ വളരെ കോപിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്നൊരപ്പൻ പോയി കരഞ്ഞു. കുറച്ച് നേരം ഇരുന്ന് കരഞ്ഞു. അങ്ങനെ തന്നെ എന്നെ പിറ്റേ ദിവസം താര സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോയി. അപ്പൻ്റെ കയ്യിൽ ക്യാമറയൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ അന്ന് എന്നെ താര സ്റ്റുഡിയോയിലേക്ക് 2-3 ഡ്രസ്സും കൂടി എടുത്ത് പാക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പാക്ക് ചെയ്തിട്ട് പോയി. അവിടെ ചെന്നിട്ട് അപ്പൻ മാറി മാറി ഓരോ ഡ്രസ്സ് ഇടിയിച്ചിട്ട് പല പോസിൽ 10 പോസിൽ ഫോട്ടോ എടുപ്പിച്ചു. ആ ഫോട്ടോസ് ഇപ്പോഴും ചിലത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അവരെനിക്ക് അയച്ചു തന്നപ്പോഴൊക്കെ ഞാൻ വീണ്ടും അത് ഫേസ്ബുക്കിലൊക്കെ ഇട്ടപ്പോൾ എല്ലാവരും ഹായ് എന്ന് പറഞ്ഞിട്ട്, ഞാൻ തന്നെ മറന്നുപോയ ഫോട്ടോസാണ്. പക്ഷെ അതിൻ്റെ ആ ഒരു ഒക്കേഷനാണ് ഇമ്പോർട്ടൻ്റ്. ഞാൻ മടത്തി പോകണമെന്ന് കണ്ടപ്പോൾ അപ്പൻ കൊണ്ടുപോയിട്ട് എടുത്ത 10 പോസ് ഫോട്ടോസ് എടുപ്പിച്ചതാണ്. അതിനുശേഷം മഠത്തിൽ ചെന്നു. പിന്നെ ഡിഗ്രിക്ക് പഠിക്കാൻ പറഞ്ഞു. ഡിഗ്രിയും പഠിച്ചു. ഡിഗ്രിക്കും റാങ്ക് കിട്ടിയപ്പോൾ MA-ക്ക് ചേരാൻ പറഞ്ഞ് MA-ക്കും ചേർന്നു. MA-ക്കും എനിക്ക് റാങ്ക് കിട്ടി. ഞാൻ അസ്പയറൻ്റ് ആയിട്ടാണ് വിമല കോളേജിൽ ഇംഗ്ലീഷിൽ. അതെനിക്ക് 3rd റാങ്ക് ആയിരുന്നു. അപ്പോൾ ആ റാങ്കിൻ്റെ റിസൾട്ട് വരുന്ന സമയത്തൊക്കെ ഞാൻ ന്യൂഷേറ്റിലേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് എൻ്റെ ചെറിയാങ്ങളയുടെ കല്യാണം വരുന്നത്. അപ്പോൾ ചെറിയാങ്ങള എന്നെ ഫോണിൽ വിളിക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ന്യൂഷേറ്റാണ്, ഫോൺ കൊടുക്കില്ല. അപ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ ഇഷ്ടപ്പെട്ട പെങ്ങളാണ്, കല്യാണത്തിന് അവൾക്ക് വരാൻ പറ്റില്ല, അറ്റ്ലീസ്റ്റ് എനിക്ക് അവളുടെ സ്വരമെങ്കിലും ഒന്ന് കേൾക്കാൻ പറ്റുമോ? പക്ഷേ ഇതൊന്നും എനിക്ക് അന്നൊന്നും ഒരു അസ്വസ്ഥതയൊന്നും തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഇതൊക്കെ തീരുമാനിച്ച് ത്യാഗം ചെയ്യാൻ മനസ്സായി ഒരു സന്യാസം സ്വീകരിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് സ്വീകരിക്കാൻ വിഷമം തോന്നിയില്ല. പിന്നെ വ്രതങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കും, പരീക്ഷ എഴുതും, അതിലും മാർക്ക് കിട്ടും. പക്ഷേ ജീവിച്ച് വരുമ്പോഴാണ് വ്രതങ്ങൾ ശരിക്കും മനസ്സിലാവുക. അതായത് അനുസരണവ്രതം, ബ്രഹ്മചര്യവ്രതം, പിന്നെ ദാരിദ്ര്യവ്രതം. ഇതിൽ ദാരിദ്ര്യവ്രതവും ബ്രഹ്മചര്യവ്രതവും എന്നെ സംബന്ധിച്ച് എനിക്ക് അത്ര വിഷമം തോന്നിയില്ല. വലുതായി വരുമ്പോഴും എനിക്ക് ഈശോയോടുള്ള സ്നേഹം തലക്കടിച്ച് ഹൃദയം നിറഞ്ഞിരിക്കുമ്പോൾ ആ ബ്രഹ്മചര്യവ്രതത്തിലും എനിക്ക് അത്ര പ്രശ്നം തോന്നിയില്ല. എനിക്ക് വലുതായി വന്നപ്പോൾ പ്രശ്നം വന്നത്, കുറച്ചുകൂടി പ്രായമായി മെച്ചൂറായി വന്നപ്പോൾ എനിക്ക് പ്രശ്നം വന്നത് അനുസരണവ്രതമായിരുന്നു. കാരണം നമ്മുടെ കൈ കെട്ടപ്പെട്ട, മനസ്സ് കെട്ടപ്പെട്ട ഒരു സ്ഥിതിയിലേക്ക് വരികയാണ്. നന്മ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പോലും കെട്ടിയിടപ്പെടുന്നതായിട്ട് തോന്നി. ഇപ്പോൾ ഒരു ചെറിയ ജൂനിയർ സിസ്റ്റർ ആയിരിക്കുമ്പോൾ സെൻറ്റ് മേരീസിൽ വെച്ച് പത്രം കൊണ്ട് വരുന്ന, ലൈബ്രറിയിലാണ് പത്രങ്ങളൊക്കെ ഇടുക. ഇപ്പോൾ പത്രം എടുത്ത് വരുന്ന ആ സിസ്റ്റർ, ഞാൻ വാതിലോർന്ന് കൊടുത്തപ്പോൾ ഒരു സ്ത്രീ അവിടെ നമ്മുടെ റോഡിൽ അവിടെ വീണ് കിടക്കണു. കുറച്ച് പേരൊക്കെ ഇങ്ങനെ വരുന്നവർ അപ്പുറത്ത് നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ സ്ത്രീ ആയതുകൊണ്ട് അവരാരും തൊടുന്നില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ എന്നുള്ള ലെവലിലാണ്. അവൾക്ക് ധൈര്യമില്ല. ഞാൻ പറഞ്ഞു, അയ്യോ എന്താന്ന് പറഞ്ഞു. ഞാൻ ഓടിച്ചെന്നു, നോക്കിയപ്പോൾ ഒരു സ്ത്രീയാണ്. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, പോയി ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തുകൊണ്ട് പോയോ, മുഖം കഴിക്കണം, കുറച്ച് വെള്ളം കുടിപ്പിക്കണം. എൻ്റെ കൊച്ചു അറിവുകൾ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് 1-2 പേര്. ഇവിടെ പോയിട്ട് ഒരു 5 മിനിറ്റായിട്ടും വരുന്നില്ല. അപ്പോൾ ഞാനും ആകെ വിഷമിച്ചു. ഈ സ്ത്രീയുടെ അടുത്ത് ഞാൻ അങ്ങനെ നിൽക്കുകയാണ്, തല കറങ്ങി കിടക്കുകയാണ് റോഡിൽ. പിന്നെ അവൾ വന്നിട്ട് പറഞ്ഞു, നിന്നെ മദർ വിളിക്കുന്നുണ്ട്, മഠത്തിലേക്ക് തിരിച്ചു വരാൻ പറഞ്ഞു. വെള്ളം കൊണ്ടുവന്നിട്ടില്ല, ഒന്നുമില്ല. ഞാൻ തിരിച്ചിങ്ങനെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്.
അപ്പോൾ അത് കഴിഞ്ഞ് ഉടനെ ചേടത്തി, ഞങ്ങളുടെ ജോലിക്ക് നിൽക്കുന്ന ചേടത്തി നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു പേഴ്സും കൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് അവരോട് ഒരു ഓട്ടോറിക്ഷ വിളിച്ചു തരാൻ പറഞ്ഞ സ്ത്രീയെ കയറ്റിയിട്ട് ആശുപത്രിയിൽ കൊണ്ടുവന്നു. പക്ഷെ ആ നിൽക്കുന്നവർ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനൊരു മഠം? അതൊരു ചോദ്യം തന്നെയാണ്. എൻ്റെ മനസ്സിലും ആ ചോദ്യം വർഷങ്ങളോളം നിന്നിട്ടുണ്ട്. ഞാൻ ചർച്ചകളൊക്കെ വരുമ്പോൾ ഞാൻ എണീറ്റെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു നന്മ ചെയ്യാനായിട്ട് അനുവാദമില്ല. അവിടെയൊക്കെ അനുസരണവ്രതം തടയപ്പെടുകയാണ്. അത് എന്നെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട്. ഈ വിലപ്പെട്ട ജീവിതം ഇവരുടെ കയ്യിൽ കൊണ്ടുകൊടുത്തത് അവൈലബിലിറ്റിക്ക് വേണ്ടി, ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തിൻ്റെ മക്കളെ സ്നേഹിക്കാനും അവരെ സേവിക്കാനും അവൈലബിൾ ആകണം. അതിന് ഒരു തടസ്സവും പാടില്ല. ഒരു വിവാഹത്തിൻ്റെ തടസ്സം, ഭർത്താവ്, കുട്ടികൾ, അതൊന്നും തടസ്സമാകാൻ പാടില്ല എന്നൊക്കെ വിചാരിച്ച് സന്യാസിനിയായിട്ട് ഇതൊക്കെ തടസ്സമായി മാറിയപ്പോൾ അത് എൻ്റെ മനസ്സിൽ എന്നെ വല്ലാതെ വേദനിപ്പിച്ച് തുടങ്ങി. പിന്നെ ആദ്യകാലങ്ങളിലൊന്നും നമ്മൾ ഒരു തിന്മയും മഠത്തിൽ കാണില്ല. അത് ഈ നഴ്സറി കുട്ടികൾക്ക് മിഠായി തരുന്ന പോലെയാണ്. ഞങ്ങൾ ആദ്യമൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് അധികവും മിഠായി തന്ന് ഞങ്ങളെ സന്തോഷിപ്പിക്കും. പിന്നെ ഞങ്ങൾക്ക് ഉള്ളുകള്ളികളൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ചിത്രശലഭത്തെ പോലെ ഇങ്ങനെ പാറി നടക്കുന്നതിനിടയിൽ കുറേശ്ശെ സീനുകൾ ഞങ്ങൾ കാണും. രണ്ട് സിസ്റ്റേഴ്സ് തമ്മിൽ വഴക്ക് കൂടുന്നത്, അതുപോലെ ചിലർ കുറച്ച് പൈസയൊക്കെ എടുത്ത് കുടുംബങ്ങളിലേക്ക് ഞങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല പൈസ, അത് ഞങ്ങളുടെ ദാരിദ്ര്യവ്രതത്തിനെതിരാണ്. പക്ഷേ രഹസ്യമായിട്ട് കെട്ടി കൊണ്ടുപോകണത്, ഇതൊക്കെ ഞാൻ കുറേശ്ശെ കാണുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഞാനൊരു നല്ല കുട്ടിയാണ്. വീട്ടിലും തറവാട്ടിലും മഠത്തിലും നല്ല കുട്ടി. ഈ ഗുഡ് ബുക്കിൽ പേര് വരണം എന്നുള്ളതാണ് എന്നെ നല്ല കുട്ടിയാക്കിയത് എന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഈ നല്ല കുട്ടി എന്ന് പറയുന്നത് നല്ല പേര് കിട്ടാനുള്ളൊരു ശ്രമം. അപ്പോൾ അത് കിട്ടിക്കൊണ്ടിരുന്നു. ഞാൻ നല്ല കുട്ടിയാണ്, ഞാൻ വഴക്ക് കൂടില്ല, കരയില്ല. അവിടെയും ഞാൻ എല്ലാവരുടെയും കണ്ണിലുണ്ണി നല്ല കുട്ടി. പക്ഷേ ഇതൊക്കെ ഞാൻ ഉള്ളിൽ സംഗ്രഹിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഇത് ശരിയല്ല, പക്ഷെ ഞാൻ പറയില്ല. അങ്ങനെ എൻ്റെ മനസ്സിൽ ഞാൻ സംഗ്രഹിച്ചു തുടങ്ങി. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ധ്യാനിക്കാൻ പോയിരിക്കാം. ഞങ്ങൾക്ക് മെഡിറ്റേഷൻ, 1 hour മെഡിറ്റേഷൻ. അത് ചിലപ്പോൾ എല്ലാവരും കൂട്ടത്തിൽ ചെയ്യും. ചിലപ്പോൾ ഞങ്ങൾക്ക് അതിന് സമയം പറ്റിയില്ലെങ്കിൽ നമ്മൾ തന്നെ കണ്ടെത്തി 1 മണിക്കൂർ പള്ളിയിലിരുന്ന് ധ്യാനിക്കണം. എൻ്റെ ധ്യാനിക്കൽ ജീസസിനോട് സംസാരിക്കലാണ്. അപ്പോൾ ഞാനിങ്ങനെ ജീസസിനോട് സംസാരിച്ചു തുടങ്ങുമ്പോൾ എന്നോട് ജീസസ് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നീ എന്താണ് ഈ അനീതികളൊന്നും കണ്ടിട്ട് മിണ്ടാത്തത്? അപ്പോൾ പല ചുരുട്ടുകൾ കണ്ടു തുടങ്ങി. പാവപ്പെട്ട കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാതിരിക്കുന്നു. പാവപ്പെട്ട വീടുകളിൽ നിന്നും വന്ന് മഠത്തിൽ ചേർന്ന കുട്ടികളെ ഒരു പോസ്റ്റലൻസേക്ക് ആകുമ്പോഴേക്കും പറഞ്ഞു വിടുന്നു. ഞാൻ കാരണം അന്വേഷിക്കുമ്പോൾ തക്കതായ കാരണമൊന്നുമില്ല. ഒരു കാരണം ഞാനൊക്കെ പറഞ്ഞ് എൻ്റെയും കൂടി അഭിപ്രായത്തിൽ മഠത്തിൽ ചേർന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടിയാണ്, അത് ഒരൊറ്റ മോളാണ്, വളരെ പാവപ്പെട്ട വീട്ടിലെയാണ്, അപ്പനൊരു കുടിയനാണ്. അങ്ങനെയൊക്കെ ആയി വന്നപ്പോൾ അവളെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഠത്തിൽ നിന്ന് വിട്ടു. പറഞ്ഞ കാരണം ഒരൊറ്റ മോളല്ലേ, ദരിദ്ര കുടുംബമല്ലേ, അപ്പോൾ ആ വീട്ടിൽ അവളെ കൊണ്ട് ആവശ്യമുണ്ട്. നമ്മളിവിടെ പിടിച്ചു വയ്ക്കുന്നത് ശരിയല്ലല്ലോ. അത് ധനിക കുടുംബമാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ എന്നൊക്കെയുള്ള, പറഞ്ഞു വിടുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഞങ്ങളുടെ മനസ്സിൽ ഉണർന്നു തുടങ്ങി. ഇങ്ങനെ കുറച്ചായിട്ട് ഞാനിങ്ങനെ സംഗതികൾ കണ്ടു തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിലും സീരിയസ് ആയ കാര്യങ്ങൾ കണ്ടു തുടങ്ങി. അവിടെ ഒരു സിസ്റ്റർ എല്ലാ 3 വ്രതവും തെറ്റിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അച്ഛന്മാരുടെ അടുത്തേക്ക് ഒക്കെ ഇങ്ങനെ പോവും മണിക്കൂറുകൾ. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയാണ് പോകുന്നത്. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാൻ പാടില്ല. പോകുന്ന സിസ്റ്ററെ പുറത്തിരുത്തിയിട്ട് ഇവർ രണ്ടാളും മുറിയിൽ അടച്ചിട്ടിട്ട് മണിക്കൂറുകൾ. പുറത്തിരിക്കുന്ന സിസ്റ്റർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എന്നോട് വന്നിട്ട് ഇത് ഷെയർ ചെയ്യും. ഇത് ഞങ്ങളും വാച്ച് ചെയ്യുമ്പോൾ പലതും കണ്ടു തുടങ്ങി. ഇപ്പോഴൊക്കെ നമുക്ക് വിഷമങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ ഈശോ എന്നോട് ഈ ധ്യാന സമയത്ത് ചോദിക്കുകയാണ്, നീ അനീതികൾ കാണുന്നില്ലേ? നീ എന്താണ് മിണ്ടാത്തത്? നിനക്ക് ഭാഷയുണ്ട്, നിനക്ക് അറിവുണ്ട്, നിനക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട്. എന്തുകൊണ്ട് നീ ഇവരോട് അത് ചോദ്യം ചെയ്യുന്നില്ല? എന്തുകൊണ്ട് അധികാരികളോട് ഇക്കാര്യം വെളിപ്പെടുത്തി പറയുന്നില്ല? ഞാനപ്പോൾ പറഞ്ഞു, ഈശോയെ, എനിക്ക് ഗുഡ് ബുക്കിൽ പേര് വേണം. ഐ ഷുഡ് കണ്ടിന്യൂ ലൈക്ക് എ ഗുഡ് നൺ. ഈ നല്ല പേര്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അത് ഒരു നല്ല കുട്ടിയുടെ ലക്ഷണമായിട്ടൊന്നും ഞാനിപ്പോൾ പറയില്ല. പക്ഷെ അന്ന് ഞാൻ നല്ല കുട്ടിയാണ്, ആർക്കും ഒരു പ്രശ്നവുമില്ല.
അപ്പം ഞാനിങ്ങനെ പറഞ്ഞ് ഈശോയോട് പറയുമ്പോൾ ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ കണ്ണീൽ നിന്ന് ഇങ്ങനെ ആ 1 മണിക്കൂർ കണ്ണീര് ഒഴുകിക്കൊണ്ടിരിക്കുക. ഞാൻ ഈശോയോട് പറയാം, എനിക്ക് പറ്റണില്ല ഈശോയെ, എന്നോട് നീ നിർബന്ധിക്കരുത് ഇത് പറയാനായിട്ട്. പക്ഷെ എൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഞാൻ സംഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ മിണ്ടാത്ത കുട്ടിയും പാവം കുട്ടിയൊക്കെ ആയതുകൊണ്ട് കൂട്ടുകൊണ്ടുപോകും എന്നെ പലയിടത്തേക്കും. അപ്പോൾ ഇവർ തെറ്റ് ചെയ്യുന്നിടത്തേക്കൊക്കെ വരെ എന്നെയും കൂട്ടുകൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം ഇത് ചെയ്യാൻ പാടില്ല. തന്നത് കുറേ പൈസയും സാധനങ്ങളും ഒക്കെ മടത്തിൽ നിന്ന് എടുത്തിട്ട് ആ സിസ്റ്റർ ഒരു പാവപ്പെട്ട വീട്ടിൽ കൊടുക്കാനാന്നിട്ടാണ് എന്നെ കൊണ്ടുപോകണത്. ചെന്നപ്പോൾ അത് ആ സിസ്റ്ററിൻ്റെ തന്നെ ബന്ധുവീടാണെന്ന് എനിക്ക് മനസ്സിലായി. അവർ ആൻറ്റി എന്ന് വിളിച്ച് സിസ്റ്റർ അടുത്ത് വന്നപ്പോൾ. പക്ഷെ ഞാനായതുകൊണ്ട് പറയില്ല എന്ന് ആ സിസ്റ്റർക്ക് ഉറപ്പുണ്ട്. അതാണ് എന്നെ കൂട്ടുകൊണ്ടുപോകണേ. അങ്ങനെ എന്നിൽ നിന്ന് കുറേ കാര്യങ്ങൾ മറച്ച് വെക്കാതിരുന്നത്. ഞാൻ മിണ്ടില്ലല്ലോ, നല്ല കുട്ടിയല്ലേ, ഒന്നും പറയില്ല. പക്ഷെ ഇതൊക്കെ ഞാൻ ഉള്ളിലിങ്ങനെ വേദനയോട് സംഗ്രഹിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. പിന്നെ കുറേ കൂടി വെളിപ്പെടുന്ന കാര്യങ്ങൾ വന്നു. ഒരു സിസ്റ്റർ ഈ പറഞ്ഞ 3 വ്രതവും തെറ്റിക്കുന്നു പറഞ്ഞ സിസ്റ്റർ ഹിസ്റ്റക്ടമി ഓപ്പറേഷൻ ചെയ്ത് വന്നപ്പോൾ നല്ലൊരു മദറായിരുന്നു അന്നത്തെ മദർ എന്നോട് ഒരു ദിവസം പറയാനേ, ഭാഗ്യം ആ സിസ്റ്റർ ഹിസ്റ്റക്ടമി ഓപ്പറേഷൻ ചെയ്തത്. കാരണം ഇനി രാത്രി തിരിച്ചു വന്നില്ലെങ്കിലും പേടിക്കണ്ടല്ലോ എന്ന്, അതായത് ഗർഭിണിയാവില്ലല്ലോ എന്ന്. എനിക്കത് കേട്ടിട്ട് ഷോക്കടിച്ചിട്ട് ഞാൻ ചോദിച്ചു, മദറേ ഇതാണോ ബ്രഹ്മചര്യം? ഗർഭിണിയാകാതെ സൂക്ഷിക്കുക, അത് അത്രമാത്രം മതിയോ? എന്താ മദറെ ഇങ്ങനെ പറയണേ? അപ്പോൾ ഈ സിസ്റ്ററോട് ലേഡി ഡോക്ടർ പറഞ്ഞത് സിസ്റ്റർക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. സിസ്റ്റർ വാശി പിടിച്ചു, നിർബന്ധം പറഞ്ഞു, എന്നിട്ടാണ് ചെയ്തത്. അപ്പോൾ ഒരു സേഫ്റ്റി മെഷറായിട്ടാണ് സിസ്റ്റർ അത് ചെയ്തത് എന്നുള്ളത് മദർ അക്നോളജ് ചെയ്യുമ്പോൾ അതെന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെ പലതും ഞാൻ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ ഒരു സിസ്റ്ററാണെങ്കിൽ ഞങ്ങൾ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ എനിക്ക് പറ്റും എന്നുള്ളത് അധികാരികൾക്കറിയാം. അപ്പോൾ എന്തെങ്കിലും പൈസ കളക്ട് ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചാരിറ്റിക്ക് അല്ല എന്തെങ്കിലുമൊക്കെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ കോളേജിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിന് എന്നൊക്കെ പറഞ്ഞ് പൈസ വാങ്ങാൻ എന്നെയാണ് വിടുക ഓഡിറ്റോറിയത്തിലേക്ക്. ഹോൾ കോളേജ് കുട്ടികളെ കണ്ടിട്ട് നീ അതിൻ്റെ ആവശ്യകത സംസാരിക്കണം. ഞാൻ വളരെ നാക്കിലാണ് പറയുന്നത്, നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഈ ചെയറുകളില്ലേ, ഇതൊക്കെ നിങ്ങളുടെ ചേച്ചിമാർ തന്ന പൈസ കൊണ്ട് വാങ്ങിയതാണ്. ഇപ്പോൾ ഈ കറങ്ങുന്ന ഫാനില്ലേ, അതൊക്കെ അവരുടെ ഡൊണേഷനിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത തലമുറയ്ക്കോ നിങ്ങളുടെ കൂട്ടുകാരികൾക്കോ ഇനി വരുമ്പോൾ ഇതിലും നല്ല ഇനിയൊരു AC അല്ലെങ്കിൽ കൂടുതൽ പ്രൊവിഷൻസ് വേണമെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട പൈസ. എന്തൊരു നാക്കിലാണ് ഞാനിതൊക്കെ പറയാമെന്നറിയോ? എല്ലാ കുട്ടികൾക്കും എന്നെ കരൾ സ്നേഹമാണ്. അപ്പോൾ ഇഷ്ടം പോലെ കളക്ഷൻ വരും. അപ്പോൾ അവർക്ക് നല്ല ഒരു തുറുപ്പ് ചീട്ടാണ് എന്നെയാണ് വിടുക ഇങ്ങനത്തെ കാര്യങ്ങൾക്ക്. പിന്നെ കുറേ കംപ്ലയിൻറ്റ്സ് ഉണ്ടാകുമ്പോഴൊക്കെ അവർ എനിക്ക് പഠിപ്പിച്ചു തരും എന്താണ് ഉത്തരം പറയേണ്ടതെന്ന്. ഞാൻ നല്ല കുട്ടിയായിട്ട് ചെന്ന് നല്ല രസകരമായി അവതരിപ്പിക്കും, കുട്ടികൾ അതിൽ വീഴും, എല്ലാ പ്രശ്നങ്ങളും തീരും. ഈവൻ സമരം പോലെയൊക്കെ വന്നാൽ വരെ സിസ്റ്റേഴ്സ് എന്നെയാണ് വിടുക. അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ പാച്ചപ്പ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ എൻ്റെ ഉള്ളു കലുഷിതമായിരുന്നു. ഞാൻ ഉള്ളിൽ വിചാരിക്കുകയായിരുന്നു, ഇതൊന്നും ശരിയല്ലല്ലോ, ഇതല്ലല്ലോ ജീസസ് പറഞ്ഞിട്ടുള്ളത്, ഇതല്ലല്ലോ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് പിന്നെ അച്ഛന്മാരുടെ വൈകൃതങ്ങളും ഞാൻ കണ്ടു തുടങ്ങി. അപ്പോഴും എനിക്കുള്ള ചോദ്യം, ഇതാണോ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്? ഇതാണോ നമ്മൾ കണ്ടെത്തിയ യേശു? അല്ല. ഒരിക്കൽ ഇപ്പോൾ മുൻ മേയർ രാധാകൃഷ്ണൻ സാർ ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ ഇങ്ങനെ വിപ്ലവകാരിയായ ജീസസിനെ അനുധാവനം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഈ കേരളത്തിൽ എന്തെല്ലാം നല്ല മാറ്റങ്ങൾ വരും. ഞാൻ പറഞ്ഞു, എൻ്റെ സാറ് തെറ്റിപ്പോയി. ഇവിടെ ഞങ്ങളൊരു ജീസസിനോ മെഴുക്കുപുരട്ടി പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞങ്ങളൊരു മോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നത് മാത്രം ചെയ്യുന്നൊരു ജീസസ്, അല്ലെങ്കിൽ അധികാരികൾ പറയുന്നത് ചെയ്യുന്നൊരു ജീസസ്, അല്ലാതെ നിങ്ങൾ ഉദ്ദേശിച്ച വിപ്ലവകാരി ജീസസ് ഒന്നും ഇവിടെയില്ല. ഇവിടെ എന്ത് തിന്മ ചെയ്താലും കണ്ണടയ്ക്കുന്നൊരു ജീസസിനെ ഞങ്ങൾ ഉണ്ടാക്കി സക്രാരിയിൽ പൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലായി തുടങ്ങി, കുറേശ്ശെ ഞാൻ പറഞ്ഞു തുടങ്ങി. പക്ഷേ മുഴുവൻ പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായില്ല. ഞാൻ ഈ നല്ല പേരിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ മാറ്റിയെടുത്തത്. കുറച്ച് കാലങ്ങളിങ്ങനെ കടന്നു പോയി കഴിഞ്ഞപ്പോൾ ഈ കരഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ധ്യാന സമയങ്ങളിലൊക്കെ
അത് ഒരു സിസ്റ്റർ അത് വെളിപ്പെടുത്തി. ഒരു സിസ്റ്റർ വന്നിട്ട് ഒരു ലെസ്ബിയൻ റിലേഷൻഷിപ്പ് ഞാൻ ആമേനിൽ എഴുതിയിട്ടുണ്ട്. ആ സിസ്റ്റർക്ക് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു കന്യാസ്ത്രീ അല്ലെങ്കിൽ മറ്റൊരു കന്യാസ്ത്രീ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് അങ്ങനെ കയറി പിടിക്കലുണ്ട്. അങ്ങനെ കുറേ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നിരുന്നു. നാട്ടുകാർ കുറേ അറിഞ്ഞിട്ടുണ്ട്. ഹോസ്റ്റലിലൊരു കുട്ടീനെ കയറി പിടിച്ചിട്ട് പലരും കണ്ടിട്ട് അതൊക്കെ നാട്ടിൽ പാട്ടായിട്ടുണ്ട്. പക്ഷേ അത് ഈ സിസ്റ്ററാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ വന്നപ്പോൾ നല്ല കഴിവുള്ള സിസ്റ്ററാണ്. ആ സിസ്റ്റർ ഇത് റാങ്ക് വാങ്ങിയിട്ടുള്ള സിസ്റ്ററാണ്. മലയാളം ഡിഗ്രിക്ക് പിന്നെ പ്രസംഗിക്കും, നന്നായിട്ട് എഴുതും, പാട്ട് എഴുതും. അപ്പോൾ ആ സിസ്റ്റർക്ക് ഞാൻ വന്നപ്പോൾ ഞാനൊരു റൈവലായി മാറിയതുപോലെ ഒരു വിഷമമുണ്ടായി. കാരണം സിസ്റ്റർ പിണങ്ങിയിട്ട് മദറിൻ്റെ അടുത്തോ പ്രിൻസിപ്പലിൻ്റെ അടുത്തോ പിണങ്ങി പ്രസംഗിക്കാൻ പോവാതിരിക്കുമ്പോൾ അവരുടനെ എന്നെ പറയും, ഞാൻ ചെല്ലും സുന്ദരമായി പ്രസംഗിക്കും, അതെല്ലാവരും കൈയടിക്കും. അപ്പോൾ ഈ സിസ്റ്റർക്ക് ഞാൻ മാറി നിന്നാലും ഇവള് കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു വിഷമം എന്നോട് തുടങ്ങി. അങ്ങനെ എന്നോട് ആദ്യം ദേഷ്യമായിട്ടാണ് ആരംഭിച്ചത്. ഇത് എല്ലാവരുടെയും ഒരു സൂത്രമായിട്ട് എനിക്കറിയാം. അവർക്ക് ഇരയായി കിട്ടണമെങ്കിൽ ആദ്യം ദേഷ്യപ്പെട്ട് ഇരയാക്കും. അങ്ങനെ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ കയറിപ്പിടിച്ചു. അപ്പോൾ ഇങ്ങനെ ഞാൻ കുറേ അസ്വസ്ഥതകൾ കണ്ടു വന്നു. ഈശോയുടെ അടുത്ത് എനിക്ക് പറയാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു സമയം വന്നപ്പോൾ എനിക്കെല്ലാം പറയണമെന്നും സംസാരിക്കണമെന്നും ചോദിക്കണമെന്നും എനിക്ക് തോന്നി. അതായത് എന്നെ ഒരച്ഛൻ സ്വയം നേക്കഡായി എന്നോടും നേക്കഡാവാൻ നിർബന്ധിച്ചു. എനിക്ക് ഒരു വഴിയില്ലാതെ കുറേ ഈവനിങ് വരെ ഞാൻ തട്ടി മാറ്റിയെങ്കിലും എന്നെ തിരിച്ചു കൊണ്ടുപോകേണ്ടത് റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകേണ്ടത് ആ ഫാദറിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഒരു രക്ഷയില്ലാതെ ആയപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യേണ്ട വന്നു. അതിനടിമപ്പെട്ടു. പക്ഷേ ജീവിതകാലം മുഴുവനും അതോർത്ത് റിഗ്രറ്റ് ചെയ്ത് എല്ലാ വർഷവും ഞാൻ വാർഷിക ധ്യാനത്തിന് കുമ്പസാരത്തിൽ അത് പറഞ്ഞ് കുമ്പസാരിക്കാൻ തുടങ്ങി. ആ കറ എന്നിൽ നിന്ന് പോകാത്തത്. 90 വയസ്സായ ഒരു വൃദ്ധൻ വടിയും കുത്തിപ്പിടിച്ച് പള്ളിയിലോ അമ്പലത്തിലോ മോസ്കിലോ പോകുന്നുണ്ടെങ്കിൽ അത് ആ വൃദ്ധൻ്റെ പരാജയവും പള്ളിയുടെയോ മോസ്കിൻ്റെയോ അമ്പലത്തിൻ്റെയോ പരാജയവുമാണ്. അവർ തോറ്റുപോയി. കാരണം ഈ 90 വയസ്സായിട്ടും ഈ വൃദ്ധൻ മനസ്സിലാക്കിയില്ല എൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ദൈവം.